ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദാ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൽ ആ വീഡിയോ നല്ല ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ പഞ്ചിങ് ബീഡ്സും പിന്നെ കുറച്ച് സ്റ്റോണും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ അടിച്ച ഡ്രസ്സ് നല്ല നമുക്ക് ഏതെങ്കിലും പഴയ ഡ്രസ്സൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാട്ടോ. കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ഈ ബോട്ടമിൽ ഒരു 2-2.5 ഇഞ്ച് വരുന്ന മാതിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. എല്ലാവർക്കും അറിയുന്നത് ഈ കാരോട്ടോ ഈ പഞ്ചിൻ്റെ. എൻ്റെ അടുത്ത് ഏകദേശം ഒരു 6-7 കൊല്ലമായിട്ട് ഈ സംഭവം ഉണ്ട്. ഇതുവരെ ഒന്നും അതിന് പറ്റിയിട്ടൊന്നുമില്ല. നല്ല യൂസ് ആവുന്നൊരു ഇതാട്ടോ. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് 600-700 റുപ്യക്കാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഉള്ളൊരു സംഭവമായിട്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സ്പ്രെഡാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഹെൽപ്പിന് കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം വൈകിനു. അപ്പോൾ അതാ കുറച്ച് സ്പ്രെഡാക്കി എടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ക്രൂ ടൈറ്റാക്കിയിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് കുറേ സ്ക്രൂ ഒക്കെ കിട്ടും അതിൻ്റെ ഒപ്പരം പലതരം ബീഡ്സ്. ഈ ഒരു ഇതിപ്പോൾ ഏറ്റവും സ്മോൾ സൈസ് ബീഡാണ്. നല്ല വലിയ സൈസ് ബീഡ്സ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അതിൻ്റെ റബ്ബറും ആ സ്ക്രൂ ഒക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. എൻ്റെ അടുത്ത് അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നിൽ തന്നെ എല്ലാതും ഇങ്ങനെ വെച്ചിട്ട് ഇതാ അപ്പോൾ ഇതിൽ കാണില്ല വീഡിയോയിൽ അടിയിൽ പിന്നിട്ട് കൊടുക്കും. പിന്നെ ആ മേലെ ബീഡ്സ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവും എല്ലായിടത്തും. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാട്ടോ, എന്തായാലും വാങ്ങാം. നല്ലൊരു സംഭവമാണ്. പിന്നെ നമുക്ക് സോൾഡറിങ് അയണിൻ്റെ ഇതും കാണിക്കുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ അതാ ഏകദേശം ഞാൻ ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഓരോ ടോപ്പിൻ്റെ. ഇനി കുറച്ച് പശ ഒട്ടിച്ചിട്ട് ഫാബ്രിക് ഗ്ലൂ ഇല്ലേ അത് ഒട്ടിച്ചിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിരുന്നു കൂടുതൽ താല്പര്യം. ടൈമും വേണ്ട അതിനൊക്കെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ടും ഈ ബീഡ്സ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഒന്നും ആവില്ല കേട്ടോ. ഇത് ഗ്ലൂ ഒട്ടിച്ചിട്ട് വെക്കുന്നത് പോവും, പക്ഷേ ഈ പഞ്ചിങ് ബീഡ്സ് ഉണ്ടല്ലോ ഒന്നും ആവില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് കയ്യിൽ കുറച്ച് പശാക്കിയിട്ട് ഒന്നാക്കി നോക്കി, പക്ഷേ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിട്ടോ. അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പെൻസിൽ എടുത്തിട്ട് അതിന് ഒരു ഇത്തിരി ഗ്ലൂ ആക്കിങ്ങാണ്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഞാൻ പറയില്ല 5-10 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഒരു മേക്ക് ഓവറൊക്കെ കൊടുക്കാൻ പറ്റും ഒരു ഡ്രസ്സിന്. അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കുറഞ്ഞ സമയം മതി, കുറഞ്ഞ ക്ലോത്തും മതി കേട്ടോ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പശയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ട് ആ മുത്തൊന്നും അവിടെ ഇങ്ങനെ സ്റ്റോണ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം കയ്യാറായി. ഇനി ഇതാ ഞാൻ ബിഡിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇത് ഞാൻ ഇപ്പോൾ മേടിച്ചതാട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കട്ട് ചെയ്തേക്കുന്നത്. സോൾഡറിങ് അയൺ ഇതുവരെ ഞാൻ കുറേ ആയി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് മേടിച്ചും ചെയ്ത്, പക്ഷെ അത് ഫ്ലോപ്പായിട്ടോ. നല്ല ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കുറഞ്ഞ പൈസക്കായി വാങ്ങിയത്. ഇത് വന്നിട്ട് ഞാൻ 380 റുപ്യക്കാട്ടോ വാങ്ങിയത്. ഇവിടെ തന്നെ മൈസൂരിൽ KT സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാനത് വാങ്ങിയത്. ഇത് ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ ക്ലോത്ത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒന്ന് ചൂടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടാട്ടെ വാങ്ങിയത്. ഇതിൻ്റെ മുമ്പ് ഞാൻ വാങ്ങിയതും കാണിച്ചു തരാം. അത് ഞാനൊന്നും നോക്കിയില്ല, കൊടുന്നു പറ്റ ഫ്ലോപ്പ് കഴിഞ്ഞത്. അപ്പോൾ അതാ കട്ട് ചെയ്തു. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചത് സെപ്പറേറ്റ് വേഗം പണി തീരുന്നേരിച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അത് ഒട്ടി പിടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഡബിൾ തുണി ഞാൻ മുറിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയത്. അതിതാ ചൂടേ ആയില്ല, ഒരു ക്ലോത്തും മുറിഞ്ഞില്ല, വെറുതെ വേസ്റ്റാണ് അത് കേട്ടോ. അത് വന്നിട്ട് കുറഞ്ഞ പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 180 റുപ്യ, 200ൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലതല്ല കേട്ടോ. നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് നല്ലത് വാങ്ങുകയാണ് നല്ലത്. പിന്നെ ഇതിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊടുക്കാനൊക്കെ പറ്റും.
അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഡബിളിൽ വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ ഒട്ടിപ്പിടിച്ചപ്പോൾ പിന്നെ സിംഗിളായിട്ട് കട്ട് ചെയ്ത് നോക്കിട്ടോ. എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് ഡബിളായിട്ട് കട്ട് ചെയ്തതാട്ടോ. നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ലുക്ക് അതിന് വേറെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ അങ്ങനത്തെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് ഞാൻ. പിന്നെ പഞ്ചിങ് ബീഡ്സും ഇതും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും പല മോഡലും നമുക്ക് ക്ലോത്തുമ്മ അത് വെച്ചിട്ട് പഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ആ പഞ്ചിങ് മെഷീൻ ഇത് അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിക്കാരം കാണാൻ, നല്ലൊരു ലുക്ക് ആയിക്കാറട്ടെ. നമുക്ക് പണിയും കുറഞ്ഞു കിട്ടും. കൈ കൊണ്ട് തുന്നേണ്ട ആവശ്യം വരുന്നില്ല അവിടെ പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ഏതാ അറിയാം, ഞാൻ മീഷോന്ന് മിറർ വരില്ലേ നമ്മളെ ചുമരുമൊക്കെ ഒട്ടിക്കണ വാളിൽ ഒട്ടിക്കുന്ന അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ എടുത്തതാട്ടോ. ഇതിൻ്റെ അടുത്ത് മോൾഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നാട്ടിൽ പോകുവാണ് ഇൻഷാല്ല മേടിക്കാൻ. അപ്പോൾ അതാ അത് ഞാൻ ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഇങ്ങനെ, എന്നിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എവിടേക്ക് വെച്ചാൽ ഫിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സിമ്പിളായിട്ട്, നമുക്ക് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, എന്നാലും സിമ്പിളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാനിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.